കയ്പമംഗലം കമ്മ്യൂണിറ്റി സെന്റർ വായനശാലയുടെ പുതിയ ഹാളിന്റെ ഉദ്ഘാടനം മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രി ജെ ചിഞ്ചുറാണി നിർവഹിച്ചു. സംസ്ഥാനത്തിന്റെ സാംസ്കാരിക മേഖലയിൽ വലിയ മാറ്റം സൃഷ്ടിക്കാൻ ലൈബ്രറികൾക്ക് കഴിഞ്ഞിട്ടുണ്ടെന്നും നമ്മുടെ നാട്ടിൽ മുൻധാരയിലേക്ക് എത്തിയിട്ടുള്ള പല പ്രമുഖരുടെയും ഉന്നമനത്തിനായി ലൈബ്രറികൾ പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു. നമ്മുടെ ഈ പ്രദേശത്ത് എന്തെങ്കിലും ഒരു ചെറിയ വിശേഷങ്ങൾ ഉൾപ്പെടെ വന്നാൽ ഒരുപക്ഷെ നമുക്ക് ലൈബ്രറിയുടെ ഹാള് തന്നെ ഉപയോഗിക്കുവാൻ പറ്റും. സാധാരണ നമുക്കറിയാം, ലൈബ്രറികൾക്ക് ഇന്ന് ഒട്ടേറെ പരിപാടികളാണ് അവരുടെ മുമ്പിലുള്ളത്. അത് ജില്ലാ ലൈബ്രറി കൗൺസിലിനുണ്ട്, അത് നമ്മുടെ താലൂക്ക് ലൈബ്രറി കൗൺസിലിനുണ്ട്, സാധാരണ ലൈബ്രറികൾ ഉൾപ്പെടെ ആ നിലയിൽ പ്രവർത്തിക്കുന്ന ഓരോ മാസവും വ്യത്യസ്തങ്ങളായിട്ടുള്ള പരിപാടികൾ ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു പ്രസ്ഥാനം കൂടിയാണ് നമ്മുടെ കേരളത്തിലെ ലൈബ്രറി പ്രസ്ഥാനം. നമുക്കറിയാം, നമ്മുടെ ഗവൺമെൻറ് തന്നെ സെസ് ഭരിക്കുമ്പോൾ പ്രത്യേകിച്ചും പഞ്ചായത്തിൻ്റെ അതിൻ്റെ ഒരു ചെറിയൊരു അംശം ഇന്ന് നമ്മൾ ഇത്തരത്തിലുള്ള ലൈബ്രറികളുടെ വികസനത്തിന് വേണ്ടിയിട്ടാണ് ഗവൺമെൻറ് കൊടുക്കുന്നത്. ഇ ടി ടൈസൺ MLA അധ്യക്ഷനായി. മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് CK ഗിരിജ, പെരിഞ്ഞനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വിനീത മോഹൻദാസ്, ജില്ലാ പഞ്ചായത്ത് അംഗം KS ജയ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം RK ബേബി, പെരിഞ്ഞനം ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സായിദ മുത്തുക്കോയ തങ്ങൾ, പഞ്ചായത്ത് അംഗം RR രാധാകൃഷ്ണൻ, വാർഡ് മെമ്പർ PK സുകന്യ, കൊടുങ്ങല്ലൂർ താലൂക്ക് ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് MS മോഹൻദാസ്, സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിൽ അംഗം PN ദേവി പ്രസാദ്, ഫിഷർമെൻ സഹകരണ ബാങ്ക് പ്രസിഡന്റ് RR രാജേന്ദ്രൻ, വായനശാല മേഖലാ നേതൃസമിതി കൺവീനർ KB അനിൽ, പന്തൽക്കടവ് അയ്യപ്പക്ഷേത്രം പ്രസിഡന്റ് PR ഷാജി, ലൈബ്രറി പ്രസിഡന്റ് PB സജീവൻ, സെക്രട്ടറി വത്സകുമാർ എന്നിവർ സംസാരിച്ചു. ഇ ടി ടൈസൺ MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും അനുവദിച്ച തുക വിനിയോഗിച്ചാണ് കെട്ടിടം നിർമ്മിച്ചിട്ടുള്ളത്. ലൈബ്രറിയുടെ സ്ഥാപക പ്രവർത്തകരായ കാരയിൽ വിശ്വനാഥൻ, കോഴിപ്പറമ്പിൽ ഗോപി, തറയിൽ ദാസൻ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. തുടർന്ന് വിവിധ കലാപരിപാടികളും ഉണ്ടായിരുന്നു.